ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ അപ്സ്റ്റോക്സിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അപ്സ്റ്റോക്സിൽ വേണ്ടതെന്ന് നോക്കാം. അതിന് മുന്നേ അപ്സ്റ്റോക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. രത്തൻ ടാറ്റ പോലെയുള്ള ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒക്കെ നിക്ഷേപം അതിൽ നടത്തിയിട്ടുണ്ട്. അവരാണ് ഇതിൻ്റെ സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സായിട്ട് പ്രവർത്തിക്കുന്നത്. RKSV എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് വേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പാന്, ആധാർ, അവയുടെ രണ്ടിൻ്റെയും ഫോട്ടോ എടുത്ത് വെക്കുക. നമ്മുടെ മൊബൈലിലുള്ള ക്യാമറ വെച്ചിട്ടൊരു ഫോട്ടോ എടുത്ത് വെച്ചാൽ മതി. അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 6 മാസത്തെ, അത് നമുക്ക് നമ്മുടെ ഓൺലൈൻ ബാങ്കിൻ്റെ ഓൺലൈൻ സൈറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ ബാങ്കിൽ നേരിട്ട് പോയിട്ട് മേടിച്ചാലും മതി. എന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ ആയിട്ട് എടുത്ത് വെക്കണം, ഒരു PDF ആയിട്ട് നമുക്കത് വേണം. പിന്നെ അതേപോലെ തന്നെ ഫോട്ടോ, നമ്മുടെ ഫോട്ടോയും സൈനും, ഇതും നമ്മൾ ഡിജിറ്റൽ ഇമേജ് ആയിട്ട് എടുത്ത് നമ്മുടെ അപ്ലോഡ് ചെയ്യാനായിട്ട് സൂക്ഷിക്കാം. അതിനുശേഷം നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അക്കൗണ്ട് ഓപ്പണിംഗ് പേജിലോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്കത് അക്കൗണ്ട് ഓപ്പണിംഗ് പേജിലേക്ക് പോകുന്നതാണ്, പോയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ പേജിലോട്ടാണ് വരുന്നത്. അപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക, അതേപോലെ മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു OTP സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ അപ്സ്റ്റോക്സിൻ്റെ സൈറ്റിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇമെയിൽ ID ഒക്കെ എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ സ്റ്റെപ്പ് യൂസ് ചെയ്യാം. അതല്ല നേരത്തെ എപ്പോഴെങ്കിലും നിങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലാണെങ്കിൽ താഴെ ഓർ കണ്ടിന്യൂ ആപ്ലിക്കേഷൻ വിത്ത് സൈൻ ഇൻ, അപ്പോൾ സൈൻ ഇൻ ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ആദ്യത്തേലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ചെയ്ത് നോക്കാം. ഇതിൽ മൊബൈൽ നമ്പർ ഓൾറെഡി രജിസ്റ്റേർഡ് ആണെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ അതിലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സൈൻ ഇന്നിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മളിവിടെ സൈൻ ഇൻ പേജിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കവിടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID ഏതിൽ കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നോക്കാം. ഓക്കെ, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സെൻഡ് മീ ആൻ OTP, അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, നമുക്കപ്പോൾ OTP വന്നിട്ടുണ്ട്, അത് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ ആൻഡ് സൈൻ ഇന്നിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് എത്തി. ഇവിടെ നമ്മുടെ പാനും ഡേറ്റ് ഓഫ് ബർത്തുമാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അത് രണ്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, അതിനടുത്ത പേജിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് അത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് പേജിൽ നമുക്ക് ഏതൊക്കെ സെഗ്മെൻറ്റിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതെന്നാണ് അതിനകത്ത് പറയുന്നത്. ഒന്ന് ഇക്വിറ്റി, F&O, കറൻസി, പിന്നുള്ളത് കമ്മോഡിറ്റി. അപ്പോൾ ഇക്വിറ്റി, F&O, കറൻസിയിൽ മാത്രമായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം, അതല്ലെങ്കിൽ കമ്മോഡിറ്റിയും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് ചെയ്യാം. പിന്നെ ഉള്ളത് നമ്മുടെ പ്ലാൻ ഏത് ചൂസ് ചെയ്യണമെന്നാണ്. അതായത് പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ടൊരു പ്ലാൻ ഉണ്ട്, അതിനകത്ത് നമുക്ക് കൂടുതൽ ലിവറേജ് കിട്ടും. അതായത് മാർജിൻ നമുക്ക് കൂടുതൽ കിട്ടും, കുറേ 25x ലിവറേജ് കിട്ടും. ബേസിക് പ്ലാനിൽ പക്ഷേ 20x കിട്ടത്തുള്ളൂ. പക്ഷേ ഇവിടെ വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക് പ്ലാനിൽ ഓരോ ട്രേഡിനും 20 രൂപയാണ് വരിക, പക്ഷേ പ്രയോറിറ്റി പ്ലാനിൽ അത് 30 രൂപയായിട്ട് മാറും. അപ്പം നമുക്ക് കൂടുതൽ ലിവറേജ് കിട്ടേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പ്രയോറിറ്റി പ്ലാനായിട്ട് നമുക്ക് എടുക്കാനായി സാധിക്കും. അതല്ല സാധാരണ ഇത് മതിയെങ്കിൽ നമുക്ക് ബേസിക് പ്ലാൻ ചൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഏതായാലും പ്രയോറിറ്റി പ്ലാനിൽ എടുക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കൂപ്പൺ ഉണ്ടെങ്കിൽ അത് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നിലവിൽ നമുക്ക് അക്കൗണ്ട് ഓപ്പണിങ്ങിന് ചാർജൊന്നുമില്ല, ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ ആയിട്ടാണ് അവർ കൊടുക്കുന്നത്. നമുക്ക് വേറെ എന്തെങ്കിലും കൂപ്പൺ ഉണ്ടെങ്കിൽ അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഫ്ലിപ്കാർട്ട് 500 എന്നുള്ളൊരു പ്രൊമോ കോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ഇത് കിട്ടുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുന്നു. അതേപോലെ തന്നെ അപ്സ്റ്റോക്സ് ഇടുന്ന മറ്റൊരു ഓഫറാണ് സർപ്രൈസ് ഫ്രീ സ്റ്റോക്ക്. അതിന് നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇനി നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ്, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, അതേപോലെ അക്കൗണ്ടിൻ്റെ പേര് തുടങ്ങിയ കാര്യങ്ങൾ അടിച്ച ശേഷം നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അടുത്തായിട്ട് നമ്മുടെ നേരത്തെ ആദ്യമേ പറഞ്ഞ പ്രൂഫ്സ് ഉണ്ട്, അവ അപ്ലോഡ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട്
അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഇൻകം പ്രൂഫ് എന്ന് പറയുന്ന ഒരു സാധനം കൂടെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇതിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ, അതായത് F&O ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇൻകം പ്രൂഫും കൂടെ സബ്മിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ F&O ആക്റ്റീവ് ആവുള്ളൂ. അല്ലാതെ നമ്മൾ സ്റ്റോക്ക് വാങ്ങുക, ഡെലിവറി ട്രേഡുകൾ എടുക്കുന്നതിനും ഇൻട്രാഡേ ട്രേഡ് എടുക്കുന്നതിനും അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു ഇൻകം പ്രൂഫായിട്ടും ആക്ട് ചെയ്യാം. അപ്പോൾ അത് തന്നെ ഇവിടെ നമുക്ക് ഇൻകം പ്രൂഫിൽ അപ്ലോഡ് ചെയ്യാം. അതേപോലെ തന്നെ ബാക്കിയുള്ള ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ ലെഫ്റ്റ് സൈഡിലുള്ള ഇതിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തു. അതിന് ശേഷം നമുക്ക് ഹിയർ ബൈ ഗിവ് മൈ കൺസേൺ അപ്സ്റ്റോക്സ് ഫോർ അതിൽ ടിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, ഞാനത് അതിൽ ഇത് ആഡ് ചെയ്തിട്ടില്ല, അതായത് നമ്മുടെ ഇൻകം പ്രൂഫ് ആഡ് ചെയ്തിട്ടില്ല. കാരണം തൽക്കാലം ഞാൻ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളത് അത് പിന്നീട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നീട് എപ്പോഴെങ്കിലും നമുക്കത് ആക്ടിവേറ്റ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ കൊടുത്തിട്ടില്ല. ഇനി നമ്മുടെ അഡ്രസ് പ്രൂഫ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനകത്ത്. ഓക്കെ, നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ക്ലിക്ക് ടു അപ്ലോഡിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ അഡ്രസ് പ്രൂഫിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കാനായിട്ട്. ഓക്കെ, അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് പാൻ കാർഡും ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യാനുള്ളത്. അത് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ച് ഓഫേഴ്സ് ഉണ്ട്. അതായത് നിങ്ങൾ മറ്റൊരു ഫ്രണ്ടിനെ റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 300 രൂപ ഓരോ റെഫറലിനും കിട്ടും, അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതിന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണിങ്ങിൻ്റെ സമയത്തോ അല്ലെങ്കിൽ അതിന് ശേഷമോ റെഫറൽ പ്രോഗ്രാം ഉണ്ട്, അതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ തൽക്കാലം സ്കിപ്പ് അടിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. അതായത് ആധാറിൽ നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റഡ് ആണെങ്കിൽ നമുക്ക് ഡോക്യുമെൻ്റ് ഒന്നും അയച്ചു കൊടുക്കാതെ തന്നെ നമുക്ക് സൈൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അതായത് ആധാറിൽ നമ്മൾ കൊടുത്തേക്കുന്ന മൊബൈലിലേക്ക് ഒരു OTP വരികയും ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിനെ സൈൻ ചെയ്തതായിട്ട് കണക്കാക്കിയാണ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഡോക്യുമെൻ്റ്, അക്കൗണ്ട് ഓപ്പണിങ്ങിൻ്റെ ഡോക്യുമെൻറ്റിൽ നമ്മൾ സൈൻ ചെയ്തതായിട്ട് കണക്കാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫിസിക്കലായിട്ട് ആ ഡോക്യുമെൻറ്റുകളൊന്നും സൈൻ ചെയ്യേണ്ട കാര്യമില്ല, അതേപോലെ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ മൊബൈലും ആധാറിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റഡ് അല്ല എങ്കിൽ, അല്ലെങ്കിൽ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് സെക്കൻഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ പോകാവുന്നതാണ്. അപ്പം അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ചെയ്യാൻ പോവാണ്. കാരണം ആധാറിൽ ഇവിടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സൈൻ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയറാണ് എഴുതി തന്നിരിക്കുന്നത്. അത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആധാർ വിർച്വൽ ID ജനറേഷൻ പേജിൽ പോവുക. അവിടെ നമ്മുടെ ആധാർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈലിൽ ഒരു OTP വരും. ആ OTP കൺഫേം ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു വിർച്വൽ ID നമ്മുടെ മൊബൈൽ നമ്പറിൽ തന്നെ കിട്ടും. അപ്പം അവിടെ നിന്ന് പോയിട്ട് നമ്മൾ ഇവിടെ കാണുന്ന സൈൻ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം നമുക്ക് സൈനായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ആദ്യം ഞാൻ ആധാർ വിർച്വൽ ID ജനറേഷൻ പേജിലേക്ക് പോവുകയാണ്. അപ്പം നമ്മളിവിടെ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ സെൻഡ് OTP എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ OTP ആണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ജനറേറ്റ് VID ആണ് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ജനറേറ്റ് VID കൊടുക്കുകയാണ്. കാരണം നമുക്കതവിടെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ VID നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് അയച്ചു കിട്ടും. ഓക്കെ, അതിന് ശേഷം നമ്മൾ ആദ്യം വന്നിരുന്ന പേജിലേക്ക് പോവുക. അപ്പം നമുക്ക് നമ്മുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിൽ ഒരു വിർച്വൽ ID കിട്ടിയിട്ടുണ്ട്. അപ്പം അതിന് വെച്ചിട്ട് നമുക്കിനി സൈൻ ചെയ്യാം. അതിനായിട്ട് സൈൻ എന്ന് കാണുന്ന നീല. ഓക്കെ, അപ്പം അതിന് മുന്നേ ആയിട്ട് നമ്മുടെ മൊബൈൽ നമ്പറിലേക്കും അവരൊരു സെക്യൂരിറ്റി കോഡ് അയക്കുന്നുണ്ട്. ഇത് അയക്കുന്നത് അപ്സ്റ്റോക്സ് ആണ്. അപ്പോൾ അത് നമുക്ക് എത്രയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സെക്യൂരിറ്റി കോഡ് കിട്ടി. അപ്പം അത് ഇനി സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, സബ്മിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസിൻ്റെ നമ്മുടെ എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണോ ഉള്ളത് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടും. അപ്പം നമുക്കതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നോക്കാനായിട്ട് സാധിക്കും.
ഇനി നമ്മൾ ചെയ്യേണ്ട ഈ സൈൻ നൗ എന്നുള്ള നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് അവിടെ നമ്മുടെ വെർച്വൽ ആധാർ നമ്പർ, അതായത് നമുക്കിപ്പം ഫോണിലേക്ക് വന്ന നമ്പറാണ്, അത് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഒന്നെങ്കിൽ ആധാർ നമ്പർ അല്ലെങ്കിൽ വെർച്വൽ ഐ ഡി ആണ്. വെർച്വൽ ഐ ഡി ആണ് 16 അക്കം, ആധാർ നമ്പർ 12 അക്കമാണ്. അപ്പോൾ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അഗ്രി ചെയ്യുക. അത് കഴിഞ്ഞ് റിക്വസ്റ്റ് OTP കൊടുക്കുക. അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും, അത് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അത്രയും ചെയ്യുന്നവിടെ നമുക്ക് സൈൻഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അതിനുശേഷം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ വിൻഡോ ക്ലോസ് ആവുമെന്നാണ് പറയുന്നത്. സോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഇപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഇതിൻ്റെ യൂസർ ID, പാസ്വേഡ് തുടങ്ങിയ കാര്യങ്ങൾ 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് മെയിലായിട്ട് കിട്ടും. അപ്പോൾ നമുക്കതെന്താണെന്ന് നോക്കാം. സോ ഈ അക്കൗണ്ട് ഓപ്പണിംഗ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ പോയിട്ട് അക്കൗണ്ട് ഓപ്പണിംഗ് പേജിലേക്ക് പോവുക. അതേപോലെ ഉടൻ തന്നെ അക്കൗണ്ട് ഓപ്പണിംഗ് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഭാവി ആശംസിക്കുന്നു. സോ താങ്ക് യു വൺ ആൻഡ് ഓൾ. അതേപോലെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക് യു വൺ ആൻഡ് ഓൾ.